സ്റ്റാർട്ട് സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്ന 10ാം തല മുഖ്യ പരീക്ഷയ്ക്കായി PSC പ്രസിദ്ധീകരിച്ച സിലബസിലെ വസ്തുതകൾ പൂർണ്ണമായും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ക്ലാസുകളാണ് സ്റ്റാർട്ട് സ്റ്റഡി PSC നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഈ സിലബസിൽ ഓരോ വിഷയങ്ങൾക്കും നൽകിയിരിക്കുന്ന മാർക്ക് വിതരണം മനസ്സിലാക്കി ചിട്ടയോടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ്. മാറിവരുന്ന പരീക്ഷാ രീതികളെ ആത്മവിശ്വാസത്തോടെ നേരിട്ട് ഉയർന്ന റാങ്കിലേക്ക് എത്തുവാൻ ആഴത്തിലുള്ള പഠന രീതി പിന്തുടരേണ്ടതാണ്. ഇതിന് സ്റ്റാർട്ട് സ്റ്റഡി ക്ലാസുകൾ നിങ്ങൾക്ക് പൂർണ്ണമായും സഹായിക്കും. ഭൂമിശാസ്ത്രം എന്ന സിലബസിൽ നിന്നുമാണ് ഇന്നത്തെ ക്ലാസ്. നമുക്കറിയാം, ഭൂമിശാസ്ത്രത്തെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം എന്നിങ്ങനെ രണ്ടായി PSC തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ആകെ ചോദിക്കുന്ന മാർക്ക് 5 ആണ്. നമുക്കറിയാം, PSC 100 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. ഓരോ മാർക്ക് പോലും ഏറ്റവും വിലപ്പെട്ടതാണ്. അപ്പോൾ ലോക ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കിൽ നിന്നുമാകട്ടെ ഇന്നത്തെ ക്ലാസ്സുകൾ. ഇതിൽ പറയുന്ന ഓരോ പോയിന്റുകളും മുൻ PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതുമാണ്. ആയതിനാൽ ഓരോ പോയിന്റ് പോലും മിസ്സാക്കാതെ എല്ലാവരും നന്നായി പഠിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. ഭൂമിയുടെയും അതിൻ്റെ പ്രത്യേകതകളുടെയും മനുഷ്യൻ ഉൾപ്പെടെയുള്ള അതിലെ ജീവജാലങ്ങളുടെ ക്രമീകരണത്തെയും കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം അഥവാ ജിയോഗ്രഫി. ഇപ്പോൾ ഭൂമിയുടെയും അതിൻ്റെ പ്രത്യേകതകളുടെയും മനുഷ്യൻ ഉൾപ്പെടെയുള്ള അതിലെ ജീവജാലങ്ങളുടെ ക്രമീകരണത്തെയും കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം അഥവാ ജിയോഗ്രഫി. ഭൂമിശാസ്ത്രം എന്നാൽ ഭൂമിയെക്കുറിച്ചുള്ള വിവരം അഥവാ പഠനം എന്നാണ് അർത്ഥം. ജോഗ്രഫി എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ഇറാത്തോസ്തനീസ് ആണ്. ഗ്രീക്ക് പണ്ഡിതനായ ഇറാത്തോസ്തനീസ് ആണ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കി. ഗ്രീക്ക് പദങ്ങളായ ജിയോ അർത്ഥം ഭൂമി, ഗ്രാഫോസ് വിവരണം, ഇപ്പോൾ ജിയോ, ഗ്രാഫോസ് എന്നിവയിൽ നിന്നാണ് ജോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം എന്ന പദം രൂപം കൊണ്ടത്. അപ്പോൾ ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടത് ഗ്രീക്ക് പദങ്ങളായ ജിയോ, ഗ്രാഫോസ് എന്നിവയിൽ നിന്നാണ്. ജിയോ എന്നതിനർത്ഥം ഭൂമി, ഗ്രാഫോസ് എന്നതിനർത്ഥം വിവരണം. അപ്പോൾ ജോഗ്രഫി എന്നത് ഭൂമിയെക്കുറിച്ചുള്ള വിവരണം, ഭൂമിയെക്കുറിച്ചുള്ള പഠനം എന്നാണ്. ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം പണ്ട് നിലനിന്നിരുന്നു. അതാണ് എന്ത്? ഭൗമകേന്ദ്ര സിദ്ധാന്തം. അതായത് ഭൂമിയാണ് പ്രപഞ്ചത്തിലെ കേന്ദ്രമെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം, ജിയോസെൻട്രിക് തിയറി. ജോഗ്രഫി, അൽമാഞ്ചസ് എന്നീ പുസ്തകങ്ങൾ രചിച്ചതാരാണ്? ടോളമിയാണ്. അപ്പോൾ ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ടോളമിയുടെ പ്രസിദ്ധ പുസ്തകങ്ങളാണ് ജോഗ്രഫിയും അൽമാജസ്റ്റും. ജോഗ്രഫിയും അൽമാജസ്റ്റും ആരുടേതാണ്? ടോളമി. ഭൂമിയുടെ ഏകദേശ ഭാരം ആദ്യമായി അളന്നത് ഹെൻറി കാവൻഡിഷ് ആണ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ഇറാത്തോസ്തനീസ്. ഭൂമിയുടെ ഏകദേശ ഭാരം ആദ്യമായി അളന്നത് ഹെൻറി കാവൻഡിഷ് ആണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് തെയിൽസ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകൻ ആരാണ്? തെയിൽസ് ആണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് തത്വചിന്തകരാണ് പൈതഗോറസും അരിസ്റ്റോട്ടിലും. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് തെയിൽസ് ആണ്. എന്നാൽ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് തത്വചിന്തകരാണ് പൈതഗോറസും അരിസ്റ്റോട്ടിലും. പൈതഗോറസും അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ ശക്തമായി പിന്താങ്ങിയത് കോപ്പർനിക്കസ് ആണ്. ഓൺ ദ റിവല്യൂഷൻ ഓഫ് ഹെവൻലി സ്പിയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് കോപ്പർനിക്കസ് ആണ്. ഓൺ ദ റിവല്യൂഷൻ ഓഫ് ഹെവൻലി സ്പിയേഴ്സ് എന്ന പുസ്തകം ആരുടേതാണ്? കോപ്പർനിക്കസിൻ്റേതാണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാണ് മെഗല്ലൻ. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സർ ഐസക് ന്യൂട്ടനാണ്.
ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ചത് സർ ഐസക് ന്യൂട്ടനാണ്. ഇതുവരെ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാം. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകരാണ് തെയിൽസ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് തത്വചിന്തകരാണ് പൈതഗോറസും അരിസ്റ്റോട്ടിലും. അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ ശക്തമായി പിന്താങ്ങിയത് കോപ്പർനിക്കസ് ആണ്. ഓൺ ദ റെവല്യൂഷൻ ഓഫ് എവർലി സ്പിയേഴ്സ് എന്ന പുസ്തകം ആരുടേതാണ്? കോപ്പർനിക്കസിൻ്റേതാണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്യഭടൻ. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാണ് മെഗല്ലൻ. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കായ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42% ആണ്. അതായത് ലോകം എന്ന് പറയുന്ന 100% കണക്കാക്കിയാൽ അതിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം എത്ര ശതമാനമാണുള്ളത്? അത് 100ൻ്റെ 2.42% മാത്രമാണ്. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 17 മുതൽ 18% വരെയാണ് അല്ലേ? നമുക്കറിയാം, നമ്മൾ PSC മുൻവർഷങ്ങളിൽ പഠിച്ചിരുന്നു ലോക ജനസംഖ്യയിൽ 1ാമത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്, ഇന്ത്യ 2ാമതാണ് എന്ന്. എന്നാൽ നിലവിലെ കണക്ക് പ്രകാരം ഇന്ത്യ ചൈനയെ മറികടന്നു. ലോക ജനസംഖ്യയിൽ ഇന്ന് 1ാമത് നിൽക്കുന്ന രാജ്യം ആരാണ്? കറണ്ട് അഫേഴ്സായിട്ട് ചോദിക്കാം, നമ്മുടെ ഇന്ത്യ തന്നെയാണ്. പക്ഷെ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതിന് വരുന്ന സെൻസസുകൾ പ്രകാരമേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയുള്ളൂ. അപ്പോൾ ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം 17-18%. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 7ാമതാണ് അല്ലേ? ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാമതാണ്. ആ ഓർഡർ ഒന്ന് ഞാൻ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി കണക്കാക്കുന്നത് റഷ്യയാണ്. റഷ്യ പണ്ടത്തെ USSR എന്നറിയപ്പെടുന്ന നിലവിലെ റഷ്യയാണ്. 2ാമതുള്ള ഏറ്റവും വലിയ രാജ്യമാണ് കാനഡ. 3ാമത് USA. 4ാമത് ചൈന. 5ാമത് ബ്രസീൽ. 6ാമത് ഓസ്ട്രേലിയ. 7ാമത് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാമതാണ്. ആ ഓർഡർ ഒന്നുകൂടെ പറയാം. റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ. ജനസംഖ്യയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാമതാണെന്നാണ് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് അഫേഴ്സ് പ്രകാരം ഇന്ത്യ ഇപ്പോൾ 1ാമത് എത്തിക്കഴിഞ്ഞു. ഫസ്റ്റ് ചൈനയാണ്. പക്ഷേ ചൈനേനെ ഇപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? മറികടന്നിട്ടുണ്ട്. അപ്പോൾ ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം 1ാമതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. നമുക്കറിയാം, ലോക സമുദ്രങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 മറന്നു പോകരുത്, 8. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8. അത് ഏതെല്ലാമാണ് ആ സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം. അപ്പോൾ 8 സംസ്ഥാനങ്ങളുടെ പേര് ഒന്നുകൂടെ പറയാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇന്ത്യൻ വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ചു കിടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ രാജ്യാതിർത്തി തീരദേശത്ത് നിന്ന് വ്യാപിച്ചിരിക്കുന്നു. 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. ഏകദേശം 21.9 കിലോമീറ്ററാണ് ഇന്ത്യയുടെ രാജ്യാതിർത്തി
വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിൽ വ്യാപിച്ചിരിക്കുന്നത് 6°45' ഉത്തര അക്ഷാംശം വരെയാണ്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം എത്രയാണ്? 30° വീതമാണ്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം 30° വീതമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്ക് ഹിമാലയമാണുള്ളത്. വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര, സുലൈമാൻ മലനിരകൾ. വടക്ക് കിഴക്ക് പൂർവാചൽ, തെക്ക് ഇന്ത്യൻ സമുദ്രം, തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ വടക്ക് ഹിമാലയം, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിരയും സുലൈമാൻ മലനിരകളുമാണ്. വടക്ക് കിഴക്ക് പൂർവാചൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദുക്കുഷ് പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള ബേസിക് ഫാക്ട്സ് ആണ് ഇനി ഞാനൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. കര അതിർത്തി 15,106.7 കിലോമീറ്റർ. കടൽ തീരം എത്രയാണ്? 7,516.6 കിലോമീറ്റർ. തെക്ക് വടക്ക് നീളം 3,214 കിലോമീറ്റർ. തെക്ക് പടിഞ്ഞാറ് നീളം 2,933 കിലോമീറ്റർ. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5° പൂർവ്വരേഖാംശം. അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശം 8°4'നും 37°6'നും ഇടയിൽ. രേഖാംശ സ്ഥാനം പൂർവ്വരേഖാംശം 68°7'നും 97°25'നും ഇടയിൽ. ബേസിക് ഫാക്ട്സ് ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്റർ. കര അതിർത്തി 15,106.7 കിലോമീറ്റർ. ഇത് NCERT 9ാം ക്ലാസ് പാഠപുസ്തകത്തിൽ 15,200 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ കടൽത്തീര ദൈർഘ്യം 7,516.6 കിലോമീറ്റർ. തെക്ക് വടക്ക് നീളം 3,214 കിലോമീറ്റർ. കിഴക്ക് പടിഞ്ഞാറ് നീളം 2,933 കിലോമീറ്റർ. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5° പൂർവ്വരേഖാംശം. അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശം 8°4'നും 37°6'നും ഇടയിൽ. രേഖാംശ സ്ഥാനം പൂർവ്വരേഖാംശം 68°7'നും 97°25'നും ഇടയിൽ. ഇന്ത്യൻ ദ്വീപസമൂഹങ്ങൾ ഉൾപ്പെടെ, അതായത് ആൻഡമാൻ, നിക്കോബാർ, ലക്ഷദ്വീപ് സമൂഹങ്ങൾ തുടങ്ങിയവ ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 7,517 കിലോമീറ്ററാണ്. NCERT 11ാം ക്ലാസ് പാഠപുസ്തക പ്രകാരമാണ് 7,517 എന്നുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായ രാജ്യങ്ങളാണ് ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്. അങ്ങനെ 7 രാജ്യങ്ങൾ, 7 അയൽ രാജ്യങ്ങൾ. ഇതിൽ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഏറ്റവും ചെറിയ രാജ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ്.
ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റമാണ് കിബിത്തു. കിബിത്തു അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമായ ഗുഹാർമോത്തി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഗുജറാത്തിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമായ ഗുഹാർമോത്തി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റമായ കിബിത്തു അരുണാചൽ പ്രദേശ്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റമാണ് കന്യാകുമാരി. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം ചോദിച്ചാൽ അത് കന്യാകുമാരി, തമിഴ്നാട്. ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചാൽ ഇന്ദിരാ പോയിൻ്റ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരി, തമിഴ്നാട്. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി സ്റ്റാർട്ട് സ്റ്റഡി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.